ഹായ് ഫ്രണ്ട്സ്, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കോളിഫ്ലവർ ഗ്രോ ബാഗിൽ എങ്ങനെ നടാം എന്നതിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ശീതകാല പച്ചക്കറികളിൽ പെട്ട ഒരു ഇനമാണ് കോളിഫ്ലവർ. ഇപ്പോൾ നടാൻ പറ്റിയ ഒരു സമയമാണ്. അപ്പോൾ എനിക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയ കുറച്ച് തൈകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ ഞാനിവിടെ ഗ്രോ ബാഗിലോട്ട് പച്ചിലകളും അതുപോലെ തന്നെ ഉണങ്ങിയ കരിയിലകളും നിറച്ച് കൊടുക്കുകയാണ്. ഒരു 3/4 ഭാഗത്തോളം നമുക്ക് ഈ ഒരു രീതിയിൽ നിറച്ച് കൊടുക്കാം. ഉണങ്ങിയ പുല്ല് അല്ലെങ്കിൽ ചീമക്കൊന്ന ഇല, ഉണങ്ങിയ കരിയിലകളൊക്കെ നമ്മുടെ മുറ്റത്ത് നിന്നും അതുപോലെ പറമ്പിൽ നിന്നും ടെറസിൽ നിന്നൊക്കെ അടിച്ചു വാരി നമുക്ക് എടുത്തു വെച്ചാൽ ഇതുപോലെ പച്ചക്കറികളുടെ തൈകൾ നടുമ്പോൾ നമുക്ക് ഗ്രോ ബാഗ് നിറച്ച് കൊടുക്കാം. അങ്ങനെ ഓരോ ഗ്രോ ബാഗും നമുക്ക് ഈ ഒരു രീതിയിൽ നിറച്ച് കൊടുക്കാം. ഈ കരിയിലൊക്കെ പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറുകയും നല്ല ഇളക്കമുള്ള മണ്ണാവുകയും ചെയ്യും. മണ്ണൊന്നും കട്ട പിടിച്ചു പോവില്ല. അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് എപ്പോഴും ചുവട്ടിൽ നല്ലൊരു തണുപ്പും കിട്ടുന്നതാണ് ഇതുപോലെ ഉണങ്ങിയ കരിയിലൊക്കെ നിറച്ച് കൊടുത്ത് കഴിഞ്ഞാൽ. ഇനി നമുക്കിതിലോട്ട് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം. പോട്ടി മിക്സായിട്ട് ഞാനിതാ ഇവിടെ എടുത്തിട്ടുള്ളത് കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തൊരു 12 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് ചാണകപ്പൊടി, ചകിരിച്ചോറ്, അതുപോലെ തന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച പൊട്ടി മിക്സാണ് കേട്ടോ. നമ്മൾ കോളിഫ്ലവറിൻ്റെ തൈയൊക്കെ നടുമ്പോൾ നല്ല ഇളക്കമുള്ള നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം നട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ മണ്ണ് നിറക്കുമ്പോൾ ഗ്രോ ബാഗ് ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കരുത്. തൈ വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് വളവും മണ്ണും ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയും മതിട്ടോ ഓരോ ഗ്രോ ബാഗിലും. അതും കരിയിലൊക്കെ താഴ്ന്നു പോകും. എന്നിട്ട് ഇതുപോലെ ചെടിയൊക്കെ വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും കൃത്യമായിട്ട് തന്നെ മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ എല്ലാ തൈകളും നട്ട് കൊടുക്കാറ്. 3/4 ഭാഗത്തോളം ഉണങ്ങിയ കരിയിലകൾ നിറച്ച് കൊടുക്കും. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച പൊട്ടി മിക്സ് നിറച്ച് കൊടുക്കും. അങ്ങനെ ഓരോ ഗ്രോ ബാഗിലും 1/2 ഭാഗത്തോളം മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഓരോ തൈകൾ വെച്ച് ഓരോ ഗ്രോ ബാഗിൽ നട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈകൾ നട്ട് കൊടുക്കുമ്പോൾ ഇതിന്ന് തൈകൾ എടുക്കുമ്പോൾ വേരൊന്നും പൊട്ടിപ്പോകാതെ വേണം എടുക്കാനായിട്ട്. നല്ല കരുത്തുറ്റ തൈകളാണ് കേട്ടോ ഇതൊക്കെ. കൃഷിഭവനിൽ നിന്ന് നമുക്ക് മുളക്, വഴുതന, അതുപോലെ വെണ്ട, കോളിഫ്ലവർ, ക്യാബേജ് അങ്ങനെ ഒത്തിരി തൈകളൊക്കെ കിട്ടിയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ ഈ തൈയൊക്കെ നട്ട് കൊടുക്കുമ്പോൾ കുറച്ച് താഴ്ത്തി വേണം ഇത് നട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ തൈകളൊക്കെ നട്ട് കൊടുത്തതിന് ശേഷം ഇത് വേരുള്ള ഭാഗത്ത് കൊണ്ടുപോയി വെക്കരുത്. അതിൻ്റെ വേരൊക്കെ ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം നമുക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും കോളിഫ്ലവറൊക്കെ കൃഷി ചെയ്യുക. അപ്പോൾ ഇതാ ഞാനിവിടെ 5 ഗ്രോ ബാഗിൽ ഇപ്പോൾ കോളിഫ്ലവർ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നനച്ചു കൊടുക്കണം. രാവിലെയും വൈകിട്ടും കൃത്യമായിട്ടും നനച്ചു കൊടുക്കണം. ഇത് കണ്ടു 4 തൈകളും കൂടി ഇനിയും നട്ട് കൊടുക്കാനുണ്ട്. അതും കൂടെ നമുക്ക് നട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈ നട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എന്താണ് ചെയ്യാറ് എന്ന് വെച്ചാൽ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ എടുത്തിട്ട് കലക്കിയതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ തൈകൾ നടുന്നതിന് മുമ്പ് തന്നെ സ്യൂഡോമോണസ് ലായനിയിൽ 1 മണിക്കൂറെങ്കിലും തൈ മുക്കി വെച്ചതിന് ശേഷം അങ്ങനെയും നട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ തൈ നട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും കൃഷി ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.